future energy of wheels. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിപ്രോണിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ എൻ്റെ ഈ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹീറോയും റൊമയും എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളാണ്. ഇപ്പോൾ ക്വാറൻറ്റൈൻ ടൈം ആണ്ട് കൂടുതൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം തൊട്ടടുത്ത് തന്നെയുള്ള ഏതെങ്കിലും ഷോറൂം നോക്കിയപ്പോൾ റൊമയാണ് ഉള്ളത്. അപ്പം ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതും ആ ഷോറൂം തന്നെയാണ്. അപ്പം കൂടുതൽ വലിയ രീതിയിലൊന്നും ചെയ്യുന്നില്ല, കാരണം എൻ്റെ വീഡിയോസ് ഒരുപാട് ലെങ്ത് ആവുന്നുണ്ടെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോസൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഷോറൂം എവിടെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരുന്നു. അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുന്നു. പിന്നെ അവിടെ ഇപ്പോൾ ഓൾറെഡി ഉള്ള സ്റ്റോക്കുള്ള വണ്ടികളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല. അത് പിന്നീട് നമുക്ക് ഓരോ വണ്ടികളായിട്ട് അതിൻ്റെ റിവ്യൂസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് ആ മോഡലിനെ കുറിച്ച് പരിചയപ്പെടുത്താം. അപ്പം നമുക്ക് എന്തായാലും ഇനി ഷോറൂമിലേക്ക് പോകാം. അപ്പം നമ്മളങ്ങനെ പോളത്തോട് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ റൊമയുടെ ഷോറൂം. ഈ നേരെ കാണുന്നതാണ് കൊല്ലം ചിന്നക്കട റൂട്ട്. ഓപ്പോസിറ്റ് പോകുന്നത് മേവറം കൊട്ടയം റൂട്ടാണ്. ഇത് NH47 ആണ്. ഇതിൻ്റെ നേരെ എതിർവശമായിട്ട് ക്യാപിറ്റോ ബിൽഡേഴ്സിൻ്റെ ലൈറ്റ് ആൻഡ് ഫർണിച്ചറിൻ്റെ ഒരു ഷോറൂമുണ്ട്. വലിയൊരു ഷോറൂമാണ്. അതിൻ്റെ നേരെ എതിർവശമാണ് നമ്മുടെ റൊമയുടെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഷോറൂം. നമുക്ക് എന്തായാലും ഷോറൂമിലേക്ക് പോയി നോക്കാം. നമുക്ക് ഈ ഷോപ്പിൻ്റെ മാനേജറായിട്ടുള്ള മേഡത്തിനെ ഒന്ന് പരിചയപ്പെടാം. മേഡത്തിൻ്റെ പേര്? എൻ്റെ പേര് ജെസ്സി. അപ്പം ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇത് തുടങ്ങിയിട്ട് ഏകദേശം 8 വർഷമായി. അപ്പം നമുക്ക് ഈ കൊല്ലത്ത് ഇവിടെ പോളത്തോടല്ലാതെ വേറെ എവിടെ ഷോറൂം? മെയിൻ ഷോറൂം ഇതാണ്. പിന്നെ നമുക്ക് പാരിപ്പള്ളി മീനമ്പലത്തുണ്ട്. ഇവിടെ ഇപ്പോൾ എത്ര മോഡൽ സെയിലുണ്ട്? നമുക്ക് ഏകദേശം 5 മോഡലുണ്ട്. അതിൻ്റെയൊക്കെ ഏകദേശം പ്രൈസ്, ബേസ് ഏറ്റവും കുറഞ്ഞ വണ്ടിയുടെ പ്രൈസ് എന്ന് പറയാം? 48 വോൾട്ടാണ് ബേസ് മോഡൽ എന്ന് പറയുന്നത്. അതിന് ഏകദേശം 40 കിലോമീറ്ററാണ് ഒരു ചാർജിങ്ങിൽ നമുക്ക് കിട്ടുന്നത്. ഏറ്റവും കൂടിയ മോഡൽ വരുന്നത്? ഏറ്റവും കൂടിയ മോഡൽ എന്ന് പറയുമ്പം 60 വോൾട്ടിൻ്റെ മിയുമിയുടെ ഒരു മോഡലാണ്. അതാണിപ്പോൾ നമുക്ക് കൂടിയൊരു മോഡലായിട്ട് നിലനിൽക്കുന്നത്. അത് 60 വോൾട്ടാണ്. ഒരു പ്രാവശ്യം ചാർജ് ചെയ്യുമ്പം ഏകദേശം 80 കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടും. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിലുള്ള മോഡൽ ഏതാണ്? ഫാൽക്കൺ എന്ന് പറയുന്നൊരു മോഡലാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചൂസ് ചെയ്യുന്ന മോഡൽ. ഇവിടെ ഇപ്പം എത്ര വർഷമായിട്ട് കണ്ടിന്യൂസ് ഈ ഇലക്ട്രിക് വണ്ടി യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്? നമ്മൾക്ക് 6 വർഷം കൊണ്ടുള്ള കസ്റ്റമർ ഫീഡ്ബാക്ക് നമുക്കിവിടെ വരുന്നുണ്ട്. ഒരു വർഷമാണ് നമ്മൾ ബാറ്ററി ബാക്കപ്പ് പറയുന്നതെങ്കിലും 6 വർഷം വരെയും ബാറ്ററി നന്നായി യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നമുക്കിവിടെ വന്ന് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വണ്ടിയുടെ പ്രത്യേകത വെച്ചാൽ ഏറ്റവും നന്നായി കയറ്റം കയറുമെന്നുള്ളതാണ്. 150 കിലോ ലോഡിംഗ് കപ്പാസിറ്റി വെച്ചിട്ടായാൽ പോലും നന്നായി കയറ്റം കയറും. പിന്നെ LED ബൾബാണ്, ഡിസ്ക് ബ്രേക്കാണ്, ട്യൂബ്ലെസ് ടയറാണ്. അപ്പം മെയിനായിട്ട് ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന വണ്ടികൾ ഇവിടെ തന്നെ സർവീസ് ചെയ്യുന്നതുണ്ടോ? അതെ, നമ്മൾക്ക് സ്പോട്ട് സർവീസും ഉണ്ട്. നമ്മുടെ ഇവിടെ കൊണ്ടുവരും. ചില കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഇവിടെ കൊണ്ടുവരും. അതല്ല, എവിടെ നിന്ന് വിളിച്ചാലും നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ചെന്ന് സർവീസ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ എങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇവിടെ തന്നെ ഉണ്ടോ അതോ പുറത്തുനിന്ന് വരുത്തി ചെയ്യുകയാണോ? സ്പെയർ പാർട്സ് നമുക്ക് നമ്മുടെ ഷോറൂമിൽ തന്നെ അവൈലബിൾ ആണ്. കമ്പനിയുടെ തന്നെ അവൈലബിൾ ആണ്. ഇനി നമുക്കിവിടെയുള്ള വണ്ടികളുടെ ഓരോ മോഡലായിട്ട് നമുക്കൊന്ന് കാണാം. ഇത് നമ്മുടെ കമ്പനിയുടെ ബേസ് മോഡലാണ്. ഈഗിൾ എന്നുള്ള നമ്മുടെ പഴയ ട്രഡീഷണൽ മോഡലിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ്. ഇത് വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് ട്യൂബ്ലെസ് ടയേഴ്സാണ്. ഫ്രണ്ട് വരുന്നത് ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരും. LED ബൾബാണ്. 130 കിലോ ആണ് ലോഡിംഗ് കപ്പാസിറ്റി വരുന്നത്. ഏകദേശം 2 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോഡലാണ് വരുന്നത്. ഇതിൻ്റെ മോട്ടോർ കപ്പാസിറ്റി വരുന്നത് 250 വാട്ട്സ്, 48 വോൾട്ട് ആണ് വരുന്നത്.
ഇത് നമ്മുടെ ഫാൽക്കൺ എന്നുള്ള മോഡലാണ്. ഫാൽക്കൺ എന്നുള്ള മോഡൽ വരുമ്പോഴത്തേക്കും ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരും. ഹെഡ്ലൈറ്റ് LED ബൾബാണ് വരുന്നത്. സസ്പെൻഷൻ ടൈപ്പ് ടെലസ്കോപ്പിക് ടൈപ്പാണ് വരുന്നത്. 150 കിലോ ലോഡിംഗ് കപ്പാസിറ്റിയാണ്. നമുക്ക് 2 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനും മോഡലുമാണ് നമുക്ക് വരുന്നത്. പിന്നെ ഇതിൽ അഡീഷണൽ വരുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും USB പോർട്ടും അവൈലബിൾ ആണ്. വോൾട്ട് കപ്പാസിറ്റി വരുന്നത് 60 വോൾട്ട് ആണ്. മോട്ടോർ കപ്പാസിറ്റി 250 വാട്ട്സ് മോട്ടോർ കപ്പാസിറ്റിയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വണ്ടി ചാർജ് ചെയ്യാനുള്ള ചാർജറും കൂടെ അവൈലബിൾ ആണ്. ഇതാണ് നമുക്ക് ചാർജ് ചെയ്യേണ്ട ചാർജർ വരുന്നത്. ഇത് നമുക്ക് നോർമൽ പിന്നിൽ പിൻ ചെയ്താൽ മതി. ഈ ഒരു സോക്കറ്റാണ് നമ്മൾ വണ്ടിയിൽ കണക്ട് ചെയ്യേണ്ടത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ചാർജിങ് ചെയ്യേണ്ടത്. വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യുന്ന ലാഘവത്തോടെ നമുക്ക് വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും. നമുക്ക് സാധാ പ്ലഗ് മതി. 3 ആംപ്സ് ആണ് നമ്മുടെ ഇതിൻ്റെ ചാർജറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. എൻ്റെ മൊബൈൽ ചാർജ് ചെയ്യുന്ന ഏകദേശം അതേ പവറും അതേ ഇതും മതി. ഫാൽക്കൺ എന്നുള്ളതാണ് ഇതിൻ്റെ മോഡൽ. ഫാൽക്കൺ. ഇത് നമ്മുടെ റൊമായ എന്നുള്ള കമ്പനിയുടെ മ്യൂ എന്നുള്ള മോഡലാണ്. പെട്രോൾ വണ്ടിയുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മോഡലും അതിൻ്റെ പെർഫോമൻസും പെട്രോൾ വണ്ടിയോളം മികച്ചതാണ്. ഇത് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരും. ട്യൂബ്ലെസ് ടയേഴ്സാണ്. ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ക്രോമിയം പ്ലേറ്റിംഗ് കൂടുതലുള്ളതും പ്യുവർ മെറ്റാലിക് പെയിൻറ്റ് അല്ലെങ്കിൽ മാറ്റ് ഫിനിഷുള്ള 2 കളേഴ്സ് അവൈലബിൾ ആണ്. ഫ്രണ്ടിലേക്ക് LED ബൾബാണ് വരുന്നത്. 60 വോൾട്ട് വണ്ടിയാണ് ഇത് വരുന്നത്. 250 വാട്ട്സാണ് മോട്ടോർ കപ്പാസിറ്റി. ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് വണ്ടി ചാർജ് ചെയ്യാനുള്ള ചാർജറും അവൈലബിൾ ആണ്. വണ്ടിയുടെ കൂടെ തന്നെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ചാർജറും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. വണ്ടി ചാർജ് ചെയ്യാനുള്ള ചാർജറും കൂടി ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. മുൻ വണ്ടിയിൽ കണ്ട പോലെ ചാർജിങ് സിസ്റ്റം എല്ലാത്തിലും സെയിം ആണ് വരുന്നത്. സീറ്റിന് താഴെ തന്നെ ഇതിൻ്റെ ചാർജിങ് സ്ലോട്ട് വരുന്നത്. നമ്മുടെ കംപ്ലൈൻ്റ് ആയ വണ്ടികൾ ഇവിടെ തന്നെയാണ് ശരിയാക്കുന്നത്. പുള്ളിയാണ് മെക്കാനിക്കൽ. ചേട്ടൻ്റെ പേരെന്തോ ചേട്ടാ? ഗോകുൽ എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ ഇവിടെ ഒരു വണ്ടി മൊത്തത്തിൽ അഴിച്ചു വിട്ട് തിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാര്യമായ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ കണ്ടതിന് ഒന്നും മനസ്സിലാകത്തില്ല. പുള്ളി അത് കാര്യമായിട്ടിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുള്ളിയെടുത്ത് തന്നെ ചോദിക്കാം എന്താ ചെയ്യുന്നതെന്നുള്ളത്. ജമ്മുണ്ട് ഫ്രണ്ടിലത്തെ വയറിംഗ് ഒക്കെ നമുക്ക് കാണാമല്ലോ. നമുക്കൊന്നും മനസ്സിലാകത്തില്ല. എന്തായാലും പുള്ളിയെടുത്ത് തന്നെ ചോദിക്കാം. എന്താ കേട്ടോ എൻ്റെ കംപ്ലൈൻറ്റ് എന്തുവാ? പുതിയ വയറിംഗ് കിറ്റ് ആക്കുന്നു. വയറിംഗ് കിറ്റ് കംപ്ലൈൻറ്റ് ഒന്നാണല്ലേ? എന്തോ ടെലിക എല്ലാം കറണ്ടിന്നാണോ? അല്ല, അല്ലാതെ കംപ്ലൈൻറ്റ് വണ്ടിയാണ്. റെഗുലർ കസ്റ്റമറിൻ്റെ ആണ്. റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളെ വണ്ടിയല്ലേ?
ട്രിവാൻഡ്രത്ത് റൊമേ എന്ന് പറയുന്ന ഈ കമ്പനിക്ക് 2 ഷോറൂമാണ് ഉള്ളത്. ഒന്ന് ഈ പോളത്തോടും അതേപോലെ തന്നെ ഒന്ന് മീലമ്പനം എന്ന് പറയുന്ന സ്ഥലത്തുമാണ് ഉള്ളത്. അപ്പോൾ ആ 2 സ്ഥലങ്ങളുടെയും കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ സൈഡിൽ എവിടെയെങ്കിലും കാണിച്ചിരിക്കാം. എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് തിരക്കാവുന്നതാണ്. പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്തിടുന്ന വണ്ടികളുടെ റിവ്യൂസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പം കുറേ ടൈം ആയതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. ദിസ് ഈസ് വിപിൻ ബി സൈനിങ് ഓഫ് ഫ്രം വിപ്ട്രോണിക്സ്.